ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുമ്പം മാത്യു അർണോൾഡ് കൊണ്ടുവന്നൊരു മെത്തേഡാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. അപ്പോൾ അതെന്ന് പറയുമ്പം ഒരു പോയട്രിയുടെ അല്ലെങ്കിൽ ഒരു വർക്ക് ഓഫ് ആർട്ടിൻ്റെ എക്സലൻസിനെ എങ്ങനെ മെഷർ ചെയ്യാം, അതിനെങ്ങനെ ഒരു വർക്കിനെ പോയട്രി എങ്ങനെ ജഡ്ജ് ചെയ്യാം എന്നതാണ് മാത്യു അർണോൾഡ് പറയുന്നത്. ഒരു പോയട്രി ജഡ്ജ് ചെയ്യാൻ സത്യത്തിൽ 3 മെത്തേഡ്സ് ഉണ്ട്. പേഴ്സണൽ എസ്റ്റിമേറ്റും ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റും പിന്നെ റിയൽ എസ്റ്റിമേറ്റും. റിയൽ എസ്റ്റിമേറ്റിനെ തന്നെ അറിയുന്നതാണ്, അതിൽ വരുന്നതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് അല്ലെങ്കിൽ കമ്പാരേറ്റീവ് മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡ് ഉണ്ടെങ്കിലും ആദ്യത്തെ 2 മെത്തേഡിനെയും മാത്യു അർണോൾഡ് അവോയ്ഡ് ചെയ്യുകയാണ്. ആദ്യത്തെ 2 മെത്തേഡ് ശരിയല്ല എന്നാണ് പുള്ളി പറയുന്നത്. മാത്യു അർണോൾഡ് പറയുന്നത് മൂന്നാമത്തെ മെത്തേഡ് എന്താണ് റിയൽ എസ്റ്റിമേറ്റ് അതിൽ വരുന്ന ടച്ച് സ്റ്റോൺ മെത്തേഡ് അല്ലെങ്കിൽ കമ്പാരേറ്റീവ് മെത്തേഡാണ് ഒരു വർക്കിനെ ജഡ്ജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. അപ്പോൾ ആദ്യം അതിന് മുമ്പ് ഈ പേഴ്സണൽ എസ്റ്റിമേറ്റും ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റും എന്താണെന്ന് അറിയണം. പേഴ്സണൽ എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു പോയിട്രീനെ ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ ജഡ്ജിങ് ബേസ്ഡ് ഓൺ അവർ പേഴ്സണൽ പ്രെജുഡിസസ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നമുക്കിപ്പോൾ ഒരു പോയം എഴുതിയത് ആരാണെന്നറിയാം. അപ്പോൾ ആ പോയിറ്റിനെ പേഴ്സണലി നമുക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് വെച്ചിട്ട് നമ്മളൊരു വർക്കിനെ ജഡ്ജ് ചെയ്യുന്നു. നമ്മുടെ ഒരു കുറേ മുൻധാരണകളും പേഴ്സണൽ പ്രെജുഡിസസും വെച്ച് ഒരു വർക്കിനെ ജഡ്ജ് ചെയ്യുന്നതിനാണ് പേഴ്സണൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പോയം എഴുതിയ പോയിറ്റിനെ നമുക്ക് പേഴ്സണലി അയാളെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ വർക്കിനെ എക്സാജറേറ്റ് ചെയ്ത് പറയും, അത് നല്ല വർക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ പേഴ്സണലി നമുക്ക് ആ എഴുതിയ പോയിറ്റിനെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ അതിനെ നെഗറ്റീവായിട്ട് പറയാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വലായിട്ട് അത് മാറുന്ന ഒരു ഇതാണ്. ചിലർക്കതപ്പം നല്ലതായിട്ട് തോന്നാം, ചിലരത് മോശമായിട്ടും പറയാം. അപ്പോൾ അതാണ് പേഴ്സണൽ എസ്റ്റിമേറ്റ്. അപ്പോൾ അത് റിലയബിൾ അല്ല, ഒരിക്കലും നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സംഭവമല്ല പേഴ്സണൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. കാരണം ഓരോ വ്യക്തികളുടെയും അങ്ങനെ പേഴ്സണൽ പ്രെജുഡിസും ലൈക്കും ഡിസ്ലൈക്കും അനുസരിച്ചൊക്കെ പോയിട്രി ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയാൽ അതൊരിക്കലും അതൊരു ഫോൾസിഫൈഡ് വേർഷനായിട്ട് മാത്രമേ മാറുള്ളൂ, റിലയബിൾ അല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് ബേസ് ചെയ്തൊരു പോയിട്രി ജഡ്ജ് ചെയ്താൽ അത് ഒരു ബെസ്റ്റ് വർക്കാണോ എക്സലൻറ്റ് വർക്കാണോ അല്ലയോ എന്നൊന്നും ആ ഒരു ഇത് വെച്ച് ജഡ്ജ് ചെയ്യുന്നത് റിലയബിൾ അല്ല. ഇതാണ് പേഴ്സണൽ എസ്റ്റിമേറ്റ്. പിന്നെ ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പം എന്താണ്, ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള വർക്ക്സിനെ ബെസ്റ്റ് ആയിട്ട് കാണുന്നു, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത വർക്കിനെ ബെസ്റ്റ് വർക്ക് അല്ല എന്ന് കാണുന്നു. അതിനാണ് ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റിൽ വരുന്നതെന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വർക്ക് ഇപ്പോൾ ഒരു വർക്ക് അതിന് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ്, അത് ഒരു കൺട്രിയുടെ ലാംഗ്വേജ് ഇവോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കൺട്രിയുടെ പോയട്രിയോ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയറ്റിൻ്റെ വർക്ക് കാരണം ഒരുപാട് മാറ്റം, പുതിയൊരു ലാംഗ്വേജ് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പോയട്രിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരാനോ ഒക്കെ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻസ് ഉള്ള വർക്ക്സിനെയാണ്, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർക്ക്സിനെയാണ് ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റിൽ ബെസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. അതും ഒരു റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല. കാരണം ഫോർ എക്സാമ്പിൾ, ഈ ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് വെച്ച് നോക്കിയാൽ നമ്മളൊരു വർക്കിനെ ഓവർ റേറ്റ് ചെയ്യാനും എക്സാജറേറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പല ക്രിട്ടിക്സും കേട്ട്മൺ എന്ന് പറയുന്ന ഒരു പോയിറ്റിനെയും മിൽട്ടണിനെയും ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് വെച്ച് നോക്കിയിട്ട് രണ്ടുപേരും ഒരേ റാങ്കിങ്ങിൽ വരുന്ന പോയിറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ശരിയല്ലെന്ന് മാത്യു അർണോൾഡ് പറയും. കാരണം കേഡ്മണിൻ്റെ പോയമിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള പോയിംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരിക്കാം, മിൽട്ടൻ്റെ പോയം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഒരേ റാങ്കിങ്ങിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്ത് മാത്രം, ആ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്ത് മാത്രം ഒരു വർക്കിനെ ജഡ്ജ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ പോയിറ്റിൻ്റെ, കാരണം മിൽട്ടൺ എന്നും ഒരു ഗ്രേറ്റ് പോയിറ്റാണ്, കേഡ്മൺ മിൽട്ടൻ്റെ അത്രയും ഒരു ഗ്രേറ്റ് പോയിറ്റ് അല്ല. പക്ഷേ ഈ ഒരു ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് വെച്ച് മാത്രം നോക്കുവാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ റാങ്ക് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് റിലയബിൾ അല്ല എന്ന് പറയും. ഇനി മൂന്നാമത്തെയാണ് റിയൽ എസ്റ്റിമേറ്റ്. റിയൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് മെത്തേഡ് എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. റിയൽ എസ്റ്റിമേറ്റിൽ മെയിൻലി പറയുന്നതെന്ന് പറയുമ്പം കുറച്ച് പോയിറ്റ്സിനെ ക്ലാസിക് പോയിറ്റ്സ് ആയിട്ട് കാണുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോയിറ്റ്സ് ആണ് ക്ലാസിക് പോയിറ്റ്സ്. അപ്പം ആ ക്ലാസിക് പോയിറ്റ്സിന് ബാക്കി ഇൻഫീരിയർ ആയിട്ടുള്ള പോയിറ്റ്സിന് മേലൊരു സുപ്പീരിയോറിറ്റി ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് ബേസ് ചെയ്തിട്ട് ഓരോ വർക്കിനെയും ജഡ്ജ് ചെയ്യുന്നതാണ് റിയൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് അല്ലെങ്കിൽ കമ്പാരേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം ടച്ച് സ്റ്റോൺ മെത്തേഡിൽ പറയുന്നതെന്ന് പറയുമ്പോൾ മാത്യു അർണോൾഡ് ഏറ്റവും ബെസ്റ്റ് പോയിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പോയിട്രിയുടെ മാസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് പോയിറ്റ്സ് ഉണ്ട്.
അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് മാസ്റ്റേഴ്സ് ഓഫ് പോയട്രി എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയർ, മിൽട്ടൺ, പിന്നെ ഹോമർ എന്നൊക്കെയുള്ളവർ, ഡാൻറ്റെയൊക്കെ. അപ്പം ഇവരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോയറ്റ്സ്. അപ്പോൾ ഇവർ ക്ലാസിക് പോയറ്റ്സ് ആണ്. ഇവരുടെ വർക്കിനെ നമ്മൾ ടച്ച് സ്റ്റോൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള പോയറ്റ്സിൻ്റെ വർക്കിനെ, നമുക്ക് ഏത് പോയറ്റിൻ്റെ മൈനർ പോയറ്റ്സിൻ്റെ വർക്കാണോ കമ്പയർ ചെയ്യേണ്ടത്, ആ വർക്കിനെ നമ്മൾ ഇതിനെ ടച്ച് സ്റ്റോൺ ആയിട്ട് ഉപയോഗിച്ച് കമ്പയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തിൻ്റെയൊക്കെ പരിശുദ്ധി ഈ ഉരച്ച് നോക്കും എന്ന് പറയത്തില്ലേ, ടച്ച് സ്റ്റോൺ മെത്തേഡ്, അത് തന്നെയാണ് ഇത്. ഇതിനകത്ത് ടച്ച് സ്റ്റോൺ ആയിട്ട് നമ്മൾ വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ ഒരു കവിതയിലെ ഒരു വരി എടുക്കുക, അതിനെ ടച്ച് സ്റ്റോൺ ആയിട്ട് വെച്ചിട്ട് വേറൊരു, നമുക്ക് ഏത് പോയിട്രിയുടെ ഗ്രേറ്റ്നെസ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അയാളുടെ പോയത്തിലെ ഒരു ലൈനും എടുക്കുക. എന്നിട്ട് ഈ രണ്ട് ലൈൻസിനെയും കമ്പയർ ചെയ്തിട്ട് ഷേക്സ്പിയറിൻ്റെ പോയമിനുള്ള അതേ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ മൂവ് ചെയ്യണം. അതാണ് മൂവ് എന്ന് പറയുമ്പം ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവരിലൊരു മാറ്റം കൊണ്ടുവരിക, അതൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെ ഓഡിയൻസിനെ ഒരു മൂവ് അല്ലെങ്കിൽ അവരിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ഷേക്സ്പിയറിൻ്റെ കവിതയ്ക്ക് കഴിയുന്നത് പോലെ തന്നെ മറ്റേ നമ്മൾ എടുത്തു വെച്ച ആ പോയറ്റിൻ്റെ കവിതയ്ക്കും കഴിയുന്നുണ്ടെങ്കിൽ, ആ ഒരു ലൈന് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് വർക്കാണ്, അയാളൊരു ഗ്രേറ്റ് പോയറ്റാണ്. അല്ല എങ്കിൽ ഷേക്സ്പിയറിൻ്റെ ആ ഒരു പോയത്തിലെ ലൈനിന് ഓഡിയൻസിനെ മൂവ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഈ പോയത്തിലെ, നമ്മൾ എടുത്തു വെച്ച പോയത്തിലെ ലൈനിന് പറ്റുന്നില്ല എങ്കിൽ അതൊരു ഗ്രേറ്റ് വർക്ക് അല്ല എന്നാണ് മാത്യു അർണോൾഡ് പറഞ്ഞത് ടച്ച് സ്റ്റോൺ മെത്തേഡിൽ. പക്ഷേ അത് ഒരുപാട് ക്രിറ്റിസിസത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പുള്ളി തന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ പല ക്രിറ്റിക്സും പറയുന്നതെന്ന് പറയുമ്പം ഈ ആരുടെ, ഇപ്പോൾ ഷേക്സ്പിയർ അങ്ങനെ കുറച്ച്, ഡാൻറ്റെ, മിൽട്ടൺ, അങ്ങനെ കുറച്ച് പോയിറ്റ്സിനെ അയാൾ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അവരുടെ കവിതയാണ് ടച്ച് സ്റ്റോൺ ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നു, കവിതയിലെ ലൈൻസ്. പക്ഷേ ഏത് ലൈൻസാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ലൈൻസ് എടുത്ത് വെച്ച് കമ്പയർ ചെയ്യാം. അപ്പം ജഡ്ജ് ചെയ്യുന്ന പലരും ഞാൻ ഇപ്പോൾ ഒരു ലൈൻ എടുത്തു ഷേക്സ്പിയറിൻ്റെ കവിതയിൽ നിന്ന്, വേറെ ആൾ ഷേക്സ്പിയറിൻ്റെ തന്നെ വേറൊരു കവിതയിൽ വേറൊരു ലൈൻ എടുത്തു. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ ഒരേ പോയിന്റിനെ തന്നെ കമ്പയർ ചെയ്യുമ്പം അതൊരിക്കലും ശരിയല്ല. ഓരോരുത്തരുടെയും ജഡ്ജ്മെൻ്റ് അപ്പം ഡിഫറെൻ്റ് ആയി മാറും. അപ്പോൾ അത് ഒരു കറക്റ്റ് മെത്തേഡ് അല്ലെന്നാണ് പലരും പറയുന്നത്. പക്ഷേ മാത്യു അർണോൾഡിനെ സംബന്ധിച്ച് ടച്ച് സ്റ്റോൺ മെത്തേഡാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ പല ക്രിട്ടിക്സും പറയുമ്പം ഒരു പോയിട്രിയും നമുക്ക് അതിൻ്റെ ഒരു ലൈൻ വെച്ചൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ചില പോയിംസിനൊക്കെ ഓരോ ലൈനും ഭയങ്കരമായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. പക്ഷെ ചില പോയത്തിന് ഓരോ ലൈൻസും അത്ര വലിയ സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിലും മൊത്തത്തിൽ പോയത്തിന് നല്ല സിഗ്നിഫിക്കൻസും ഒരു ഇമ്പാക്റ്റും ഓഡിയൻസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോയമുണ്ട്. അപ്പോൾ പലരും അതാണ് പറയുന്നത്. അതുകൊണ്ട് പലരും മാത്യു അർണോൾഡിൻ്റെ ഈ ഒരു ടച്ച് സ്റ്റോൺ മെത്തേഡിനെ എതിർക്കുന്നവരും ഉണ്ട്. അപ്പോൾ ടച്ച് സ്റ്റോൺ മെത്തേഡിൽ അതാണ് പറയുന്നത്, ഒരു ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഓഫ് പോയട്രി, ഇപ്പോൾ ഷേക്സ്പിയർ, മിൽട്ടൺ, ഡാൻറ്റെ ഒക്കെ പോലുള്ളവരുടെ പോയത്തിലെ ഒരു ലൈനിനെ അല്ലെങ്കിൽ ഒരു വർക്കാണെങ്കിൽ അതിൻ്റെ പാരഗ്രാഫിനെ ടച്ച് സ്റ്റോൺ ആയിട്ട് ഉപയോഗിച്ചിട്ട് വേറൊരു ഇൻഫീരിയർ, ഒരു മൈനർ പോയിറ്റ്, നമുക്ക് ഏത് പോയിറ്റിൻ്റെ ഗ്രേറ്റ്നെസ് ആണോ എത്തേണ്ടത്, കണ്ടംപററി പോയിറ്റ്സിൻ്റെ വർക്കിലെ ലൈൻസിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ഇതിന് രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ് ഓഡിയൻസിലുള്ളതെങ്കിൽ, ഓഡിയൻസിനെ മൂവ് ചെയ്യാൻ രണ്ടിനും ഒരേ കഴിവാണുള്ളതെങ്കിൽ അത് ഗ്രേറ്റ് വർക്കാണ്. അല്ല ഷേക്സ്പിയറിൻ്റെ വർക്കിനെ പോലെ അല്ലെങ്കിൽ ഡാൻറ്റയുടെ വർക്കിനെ പോലെ ഓഡിയൻസിനെ മൂവ് ചെയ്യാനുള്ള കഴിവ് ഈ നമ്മൾ എടുക്കുന്ന കവിതയ്ക്ക് ഇല്ല എങ്കിൽ അതൊരു ഗ്രേറ്റ് പോയട്രി അല്ല എന്നാണ് പറയുന്നത്. അതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡിൽ പറയുന്നത്.